കൃഷിയോട് ചേർന്ന് നിൽക്കുന്ന, കഴിഞ്ഞ ഒരു പുരുഷായുസ് മുഴുവൻ കൃഷിയുമായി ചേർന്ന് നിൽക്കുന്ന, കർഷകരുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് പറയാതെ പോയാൽ ഞാനൊരു അപരാധമാണ് ആ ചെയ്യുന്നതുള്ളതുകൊണ്ട് ഞാനത് പറയുകയാണ്. കാരണം ഇപ്പോഴത്തെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനിഫെസ്റ്റോയിൽ നമ്മൾ സമൂഹത്തിന് മുന്നിൽ വെച്ചൊരു കാര്യമുണ്ടായിരുന്നു. അതായത് കർഷകർക്കൊരു ക്ഷേമനിധി ഏർപ്പെടുത്തും. 5000 രൂപ ഏറ്റവും ചുരുങ്ങിയത് 60 വയസ്സ് കഴിഞ്ഞ കൃഷിക്കാരന് പെൻഷനായി കൊടുക്കും എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. ഒരുപക്ഷെ ഞാനൊക്കെ ഈ അങ്ങേയറ്റം ആഹ്ലാദിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു അത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദം ഉണ്ടാക്കിയ ഒരു പ്രഖ്യാപനമാണ്. കൃഷിക്കാരൻ അംഗീകരിക്കപ്പെടുന്നു. മരുന്ന് മേടിക്കാനെങ്കിലും 5000 രൂപ അയാൾ ആ ഒരു കൃഷിക്കാരൻ കിട്ടുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഹഠാത് ആഹ്ലാദിച്ചു. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക്, പുതിയൊരു സർക്കാരിലേക്ക് പോകാൻ പോവാണ് നമ്മൾ. ഈ സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാർ ആയിരുന്നു. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ആ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ ഇതെല്ലാം നടപടിക്രമങ്ങളിലേക്ക് വരികയും അതായത് ഈ കർഷകക്ഷേമ നിധി ബോർഡിനെക്കുറിച്ച് ആലോചിക്കുകയും അതെല്ലാം അതിൻ്റെ ഫൈനൽ ഘട്ടങ്ങളിൽ എത്തിയതാണ്. ഈ ആളുകളിൽ നിന്ന് അതിനുള്ള അംശാദായം ഈടാക്കിയിട്ട് ഈ പെൻഷൻ കൊടുക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ വന്നു, എല്ലാ കാര്യങ്ങളും നടത്തി. അപ്പോൾ കേരളം ആകെ ഒന്ന് ഉണർന്നു എന്നുള്ളതാണ് സത്യം. എന്നിട്ട് ഇപ്പോഴിത് 5 വർഷം കഴിയുന്നു. ഈ ഫയൽ ഇപ്പോഴും ചില മേശപ്പുറങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയാണ്. ഒരു കൃഷിക്കാരന് പോലും ഇതിൻ്റെ ഗുണഫലമായി അതിൻ്റെ ഗുണഭോക്താവാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളോട് ചെയ്യുന്ന എന്നിട്ടാണ് നമ്മൾ പറയുന്നത് എല്ലാവരും കൃഷിയിലേക്ക് വരണം, എല്ലാവരും മണ്ണിലിറങ്ങണം, എല്ലാവരും പണിയെടുക്കണം. നമ്മളത് ആലോചിക്കണം. ഇപ്പം സർക്കാർ സർവീസിൽ നിന്ന് പെൻഷനായ ഒരാളാണ് ഞാൻ. പെൻഷനായി കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ആനുകൂല്യങ്ങളും ഞാൻ മാസം തോറും പെൻഷൻ വാങ്ങുകയും ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന വർധനവ് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ മണ്ണിൽ പണിയെടുക്കുന്ന, നമുക്ക് അന്നമൂട്ടുന്ന, നമ്മുടെ തീന്മേശയെ സമ്പന്നമാക്കുന്ന കൃഷിക്കാരനെ ചേർത്ത് പിടിക്കുവാൻ, അവർക്ക് 5000 രൂപ കൊടുക്കാൻ എന്താണ് നമുക്ക് തടസ്സം? ഞാൻ പറയുന്നത് പണമാണ് തടസ്സമെങ്കിൽ കൃഷിക്കാർക്ക് പണം കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി, അവർക്ക് ഒരു പെൻഷൻ കൊടുക്കാൻ വേണ്ടി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അതിനൊരു സെസ് ഏർപ്പെടുത്തിയാലും വേണ്ടില്ല. ഞാൻ കൊടുക്കാതായാലും കേരളീയ സമൂഹം കൊടുക്കും. ഇപ്പോൾ ഞാനതൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെല്ലാ വർഷവും വീടിൻ്റെ നികുതി അടയ്ക്കുമ്പോൾ നമ്മൾ ലൈബ്രറി സെസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളിൽ എത്ര പേരെ ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മൾ ശ്രദ്ധിക്കുക, അതെല്ലാം വീടിൻ്റെ ഈ നികുതി അടയ്ക്കുന്ന കൂട്ടത്തിൽ ഒന്നിച്ച് ആ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. പക്ഷേ നമ്മളെല്ലാവരും ലൈബ്രറി സെസ് കൊടുക്കുന്നുണ്ട്. ഞാൻ വളരെ വിനയപൂർവ്വം ഈ സർക്കാരിനോടും സർക്കാരിൽപ്പെട്ട എല്ലാവരോടും, അതിനകത്തിൽ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ ഞാൻ പറയുകയാണ്. ഇത് സർക്കാരിനെ താഴ്ത്തിക്കെട്ടാനോ വേറൊരാളെ പൊക്കിക്കെട്ടാനോ ഒന്നും പറയുന്നതല്ല. എൻ്റെ ഹൃദയം നൊന്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോഴെങ്കിലും അത് ചെയ്യേണ്ടതായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിന് ഫയലാകുകയും അത് 5000 രൂപ കൊടുക്കണം ഇവർക്ക് പെൻഷൻ എന്ന് എഴുതുകയും ചെയ്തപ്പോൾ, ബാക്കി എല്ലാ പെൻഷനും 2000-ഉം 2500 രൂപയിൽ താഴെയുള്ളപ്പോൾ എങ്ങനെ ഇത് 5000 രൂപ കൊടുക്കാൻ എന്ത് കാര്യം എന്നുള്ളതാണ് ചോദ്യം ഉയർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ സത്യം എന്താണെന്ന് അറിയില്ല, അത് അന്വേഷിച്ചറിയേണ്ടതാണ്. അതാണ് സത്യമെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ തുക കൊടുക്കേണ്ടത്. ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഈ ക്ഷേമനിധി ബോർഡിൽ നിന്ന് അവർക്ക് പെൻഷൻ കൊടുക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതിന് പണമാണ് പ്രശ്നമെങ്കിൽ അതിനൊരു സെസ് ഏർപ്പെടുത്തണം. എത്രയോ കാര്യങ്ങൾക്ക് നമ്മളിവിടെ സെസ് ഏർപ്പെടുത്തി. ഇവിടെ കോവിഡിന് നമ്മൾ സെസ് ഏർപ്പെടുത്തി. ഏതെല്ലാം കാര്യങ്ങൾക്ക്, ഫ്ലഡ് വന്നപ്പോൾ ഫ്ലഡിന് സെസ് ഏർപ്പെടുത്തി. ഇവർക്ക് പെൻഷൻ കൊടുക്കുവാൻ, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നവരെ ഒന്ന് ആദരിക്കുവാൻ, അവരെ അംഗീകരിക്കുവാൻ, അവരുടെ ഒരു വീഴ്ചയുടെ കാലത്ത് അവർക്കൊരു മരുന്ന് വാങ്ങുവാൻ പണം കൊടുക്കുവാൻ നമുക്കും ബാധ്യതയുണ്ട്. നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണത്, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ ആ കവിത ചൊല്ലിയത്. കാരണം അവരെ കണ്ടു എന്ന് നടിക്കാം, നമ്മൾ അവർക്കൊന്നും കൊടുക്കണ്ട. നമുക്ക് അന്നമുണ്ടാക്കി തരുന്നവരാണ്, നമ്മുടെ വിശപ്പാറ്റുന്നവരാണ്. നമ്മൾ ചെയ്യാത്ത ജോലിയാണ് അവർ ചെയ്യുന്നത്. അത് ചെയ്യുന്നു, അവർ വെയിൽ കൊള്ളുന്നു. അവരുടെ വെയിലിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്നുള്ള വിചാരം നമുക്ക് വേണം. ആ വിചാരമില്ലാതെ പോകുന്നത് കൊണ്ടാണ് കേരളത്തിൽ ആരും കൃഷിയിലേക്ക് വരാത്തത്. മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ എന്തിനാ നമ്മൾ ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എൻ്റെ മകളെയാണേലും ഒരു കല്യാണത്തിന് ആലോചന വരുമ്പോൾ ഒരു കൃഷി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ വരികയും സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ വരികയും ചെയ്യുമ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനെ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്ന. കാര്യം എന്താ? ഒരു സുരക്ഷിതത്വമുണ്ട്, ജീവിതത്തിൻ്റെ സുരക്ഷിതത്വമാണ്, സ്ഥിരമായ വരുമാനമാണ്, സ്ഥായിയായ വരുമാനമാണ് പ്രശ്നം. അത് വെറുതെ നമ്മൾ
പൊങ്ങച്ചത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ കയ്യടി മേടിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് അതിൻ്റെ പരമമായ യാഥാർത്ഥ്യം എന്ന് എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നു. അത് പങ്കുവയ്ക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാനത് തുറന്നു പറയുന്നു. അതാണ് സത്യം. അതുകൊണ്ടാണ് പുതിയ ചെറുപ്പക്കാർ കൃഷിയിലേക്ക് വരാൻ മടിക്കുന്നത്. കാരണം ധാരാളം സംരംഭങ്ങൾ കൃഷിയുടെ കാര്യത്തിലുണ്ട്. നിരവധി ചെറുപ്പക്കാർ കൃഷിയുടെ മേഖലയിൽ ഇപ്പോൾ തന്നെയുണ്ട്. എനിക്ക് പേരെടുത്ത് പറയാവുന്ന ഒരു 50 പേരെ ഞാൻ പറയാം, കൃഷി കൊണ്ട് മാത്രം ഭംഗിയായി ജീവിക്കുന്നവർ. പക്ഷേ അതൊരൊറ്റപ്പെട്ട സംഭവങ്ങളായി മാറി നിൽക്കുകയാണ്. എല്ലാവരും ഒരുപോലെ വരണം, അല്ലെങ്കിൽ ധാരാളം പേർ കടന്നു വരണമെങ്കിൽ ഇത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അവർക്കൊരു അംഗീകാരവും അവർക്ക് സാമ്പത്തികമായ സുരക്ഷിതത്വവും വളരെ പ്രധാനമാണ്. അത് കൂടിയേ തീരൂ. അതുണ്ടായെങ്കിൽ മാത്രമേ ഇത് നിലനിൽക്കത്തുള്ളൂ. നമുക്ക് എന്താണ് പുതിയ കാലത്തിൻ്റെ പ്രത്യേകത എന്താ? നമുക്കെല്ലാവർക്കും നല്ല ഒന്നാന്തരം മട്ടയരി വേണം, തവിട് കളയാത്ത മട്ടയരി വേണം. നമുക്കാർക്കും നെല്ലും വേണ്ട, വയലും വേണ്ട. നമുക്കെല്ലാവർക്കും നല്ല ഒന്നാന്തരം ചുമന്ന കരുവുള്ള നാടൻ കോഴിമുട്ട വേണം. നമുക്കാർക്കും കോഴിയും വേണ്ട, കോഴിക്കൂടും വേണ്ട. നമുക്ക് മുഴുവൻ പേർക്കും, കേരളീയ സമൂഹത്തിന് മുഴുവൻ നല്ല പതയടങ്ങാത്ത വെച്ചൂർ പശുവിൻ്റെ പാല് വേണം, നാടൻ പാല്. പക്ഷേ നമുക്കാർക്കും പശുവും വേണ്ട, തൊഴുത്തും വേണ്ട. പക്ഷേ ഇതെല്ലാം നമുക്ക് വേണം. പക്ഷേ അതിന് അധ്വാനിക്കാൻ നമ്മൾ തയ്യാറല്ല. പണം എൻ്റെ പോക്കറ്റിലുണ്ട്, ഞാൻ എന്തും വില കൊടുത്ത് വാങ്ങാം എന്നുള്ള പുതിയ കാലത്തിൻ്റെ സിദ്ധാന്തമാണ്, അല്ലെങ്കിൽ പുതിയ കാലത്തിൻ്റെ ശീലമാണ് കൃഷിയിൽ നിന്ന് ആളുകൾ അകന്നു നിൽക്കുന്നതിനുള്ള കാരണം. പിന്നെ മാത്രമല്ല, തൊട്ടയൽവക്കത്തെ വീട്ടിൽ ഒരാൾ പശുവിനെ വളർത്തുന്നു. അയാളുടെ വീട്ടിൽ നിന്നാണ് ഞാൻ പാല് വാങ്ങുന്നത്. പക്ഷേ ആ പശുവിനെ വളർത്തുന്ന ആൾ അനുഭവിക്കുന്ന വ്യഥയുണ്ടല്ലോ, അതൊരു ചെറിയ കാര്യമല്ല. അത് അവിടെ അയാളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. അയാൾക്ക് ഒരു ശവോടക്കിന് പോകാനൊക്കില്ല, അയാൾക്കൊരു കല്യാണത്തിന് പോകാനൊക്കില്ല. അയാളുടെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ഈ പശുവിനെ അദ്ദേഹത്തിന് വളർത്താൻ കഴിയൂ. കാരണം എന്താ? അതിനെ സമയത്ത് കറക്കണം. കറന്നു കഴിഞ്ഞാൽ അടുത്ത വീടുകളിൽ പാല് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ പാല് കൊടുക്കണം, അതിൻ്റെ ചാണകം നീക്കണം, അതിന് ഒരു പക്ഷേ അകിടുപനി വരും, അല്ലെങ്കിൽ അതിന് കുളമ്പുദീനം വരും. ഇവിടെയൊക്കെ അതായത് അയാൾ ആ പശുത്തൊഴുത്തിനോടൊപ്പം ഈ മനുഷ്യന് ജീവിച്ചെങ്കിൽ മാത്രമേ പശു വളർത്തൽ ഭംഗിയായി സാധ്യമാകൂ. അതിന് നമുക്കാർക്കും നേരമില്ല. മാത്രമല്ല, ആ പശുവിൻ്റെ പാല് ആദ്യം ഞാൻ വാങ്ങുകയാണ്, എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം പഞ്ചായത്തിലൊരു അപേക്ഷ കൊടുക്കുകയാണ്, ഇയാൾ പശുവിനെ വളർത്തുന്നത് കൊണ്ട് അവിടെ കൊതുകുണ്ടാകുന്നു, എനിക്ക് വല്ലാതെ ദുർഗന്ധമുണ്ടാകുന്നു, ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ആ പശുവിൻ്റെ പാല് വാങ്ങി ഉപയോഗിച്ച ഞാൻ തന്നെ ഒരു മാസ് പെറ്റീഷൻ എഴുതി അതിനകത്തിലെ ഒന്നാമത്തെ ഒപ്പുകാരനായി മാറുകയും കൂടാണ് ഞാൻ. അപ്പോൾ അതാണ് പുതിയ കേരളം, പുതിയ കാലം. അത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല, അത് കാണണം. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എന്താ അറിയോ, എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട്. നമ്മളിപ്പോൾ കയറ്റത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ്. നമ്മുടെ എല്ലാം വിചാരം നമ്മുടെ ആവശ്യത്തിന്. കാരണം ഒരു കോവിഡ് വന്നു, ഒരു കണ്ണിന് കാണാൻ കഴിയാത്ത ഒരു ചെറിയ ജീവി നമ്മളെല്ലാം ഓടിച്ച് പെരയ്ക്കകത്ത് കയറ്റി. വീടിന് തഴുതിട്ട് നമ്മൾ ഒരു വർഷക്കാലം പെരയ്ക്കകത്തിരുന്നു. പക്ഷെ നമ്മളാരും കാണാത്ത ഒരു ജീവിയാണ്. ഒരു വർഷം നമ്മളെ അകത്ത് കയറ്റാൻ നഗ്ന ഗോചരം കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ചെറിയ ജീവിക്ക് സാധിച്ചു. 2018 ഒരു വെള്ളപ്പൊക്കം വന്നു, നമ്മൾ എന്തെല്ലാം അനുഭവിച്ചു. ഇനിയും ഇതൊക്കെ നമ്മളുടെ മുൻപിൽ പാഠങ്ങളായി വേണം. പക്ഷേ ആ പാഠങ്ങൾ കൃഷിയുടെ കാര്യത്തിൽ കൃഷിക്കാരെ ചേർത്ത് പിടിക്കുന്നതിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് കൃഷിക്കാരൻ കൃഷിയിലേക്ക് വരൂ. അല്ലാതെ വർത്തമാനം കൊണ്ട് കൃഷി ഉണ്ടാകത്തില്ല. അത് എനിക്ക് പറ്റിയതാണ്, എൻ്റെ ജീവിതം സുസ്ഥിരമായി നിലനിർത്താൻ, എനിക്ക് സാമ്പത്തികമായി മെച്ചമുണ്ടാകുവാൻ, എൻ്റെ കുടുംബ ഭദ്രതയ്ക്ക് ഈ കൃഷി മതിയാവും എന്ന തോന്നലുണ്ടാകുമ്പോഴും സമൂഹം ആ അംഗീകാരം അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ കൃഷിയിലേക്ക് ആളുകൾ വരൂ. അത് സത്യമാണ്. അത് ആരെല്ലാം നിഷേധിച്ചാലും അതാണ് അതിൻ്റെ പരമമായ സത്യം എന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്.